ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ, കള്ള കാക്കാത്തി. കൊച്ചു വെളുപ്പാങ്കത്തിന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. ആദിത്യൻ 3ാം സ്ഥാനത്ത് ഗുലാം ഭരിച്ചിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാളെന്നെ അടിച്ചത്? അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല പൂർണ്ണിമചേരം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നീ ഞാനെന്താ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ഒരു ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി ഗുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാം. അതെന്ത് പണിയാ? എടാ, നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാരെ മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അതും ഞാൻ ഏറ്റു. വാ പോവാ. തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയാ, പക്ഷെ സത്യവും പറയില്ല. തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാശുവൈ, കാക്കാത്തി സത്യമേ പറയൂ മോനെ. എന്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം. മതിയോ? 5 രൂപ മതി. പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഒന്ന് പറയാം, നീ ഇവിടുന്ന് പോകണ്ട. നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത്. ബൈ രാജാ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജാ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക് നോക്കണം. ഇതേമാതിരി കുത്തി കഴിഞ്ഞു. നോക്കണം, ചരട് വലിയ കമ്പനിക്ക് കിട്ടി കഴിഞ്ഞ്. ബൈ രാജാ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ ബൈ, നോക്കണം. ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു. ബൈ രാജാ ബൈ, എന്താണോ നോക്കിക്കണം. പോട്ടെ, എന്താ വെക്കുന്നോ? അതിന് പോ, പോലീസ് പോ, വേണിച്ച് പോകുന്നത്. എന്റെ കൈ 2 രൂപയുണ്ട്. ഇരട്ടി കിട്ടും. വെച്ചോ, 2 വെച്ച് 4 കിട്ടും, 4 വെച്ചാൽ 8 2 പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള കാശ്. കിട്ടിക്കഴിഞ്ഞാൽ 4 കൂട്ടും 4 ചായയും കഴിച്ചൂടെ? കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പട്ടിണി. ബൈ രാജാ ബൈ ബൈ രാജാ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, ഏത് നേരത്തും ഏത് സമയത്ത് വെക്കാം. നോക്കി കുത്തണം, സൂക്ഷിച്ച് കുത്തണം, നേരത്തിന് കുത്തണം, തെറ്റി പോരുത്. ബൈ രാജാ, പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജാ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ, 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിയില്ലേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ബൈ രാജാ, എനിക്ക് പുട്ട് വേണം. നിർബന്ധമാണോ? എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ബൈ രാജാ ബൈ. എന്താ പേര്? തിരുക്കുത്ത് കുമാരൻ. തിരുക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, പറഞ്ഞാ മതി. ചെല്ലേ. ഇവരൊന്ന് അരി ആട്ടിയത് തന്നെ. ഇരി രാജാ, ഇരി. പോ രാജാ, പോ. 13, 13, 15. ആ ഇലയും തൊലിയും കൂടെ എടുത്തര കുഞ്ഞെ. 15, 15, 30, 35. അവിടെ ഒന്ന് 40. ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. നിലവില് ഇവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ 350. തിരുക്കുത്തുമാന്റെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല.
അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ചെ. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? എവിടെ ഞാൻ പോവാ. ഇങ്ങോട്ടെ ഇങ്ങോട്ട് ഇങ്ങനെ ഓസിന് തിന്നിട്ട് കടന്നു കളയാന്ന് വിചാരിക്കണ്ട. ഇറങ്ങടാ ഓട്ടെ, ഇറങ്ങടാ ഇറങ്ങടാ. എവിടം വരെ ആയിടേ നിന്റെ അരിയാട്ടക്കം? അയ്യേ, എന്തിനാണ് കരയുന്നേ? പാവം. ആ എന്തായാലും നീ കരയുന്നല്ലോ, കുറച്ചുകൂടെ കുനിഞ്ഞിരുന്ന് കര. ആ കണ്ണീരാ മാവിലോട്ട് വീഴട്ടെ. എനിക്ക് അത്ര ഉപ്പെങ്കിലും ലാഭമുണ്ട്. ഉപ്പായോ? കര കര, നിലവിളിച്ചു കര. ഉപ്പ് പോരാ. ഇന്നലെ ഞാൻ പൂ വാങ്ങിക്കാതെ പോയി. എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ചേഞ്ച് ഇല്ലായിരുന്നു. 100-ന്റെ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2 മുഴം പൂതാ. 80 പൈസ. മതിയോ? അത് സത്യത്തിൽ എനിക്ക് പൂ കൊണ്ടൊരു കാര്യമില്ല. കാറിനുള്ളിലിടാം, അമ്പലത്തിൽ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം. അതിന് ഇത്രയും പൂ ധാരാളമല്ലേ. ഇന്നലെ ഒരു രസത്തിന് വില ചോദിച്ചാ. പിന്നെ വാങ്ങാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാ. 80 പൈസ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയും. കാറൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരന് 80 പൈസ കിട്ടാൻ എന്താത്ര പ്രയാസം? അതെന്റെ കയ്യില് കാശ് 100-ന്റെ കെട്ടായിട്ടാണ് എന്റെ കയ്യിൽ വരുന്നത്. 100 രൂപ മാറ്റി പൈസ ചില്ലറ തരാൻ പറഞ്ഞ ആരാ തരാ? അതാ പറഞ്ഞ. എവിടുന്നാ ഇത്രയധികം പണം? അത് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. എന്ത് കച്ചവടാ ചെയ്യാ? അത് ഏലക്ക ലോറി കണക്കിന് എസ്റ്റേറ്റിൽ നിന്ന് കയറ്റി അയക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് വേഗം പോയി 2 ലോറി ഏലക്ക കയറ്റി അയക്കണം. പോട്ടെ, നാളെ കാണാം. എന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ശവം കാണുമ്പോ നീയും നിന്റെ കാമുകനും പൊട്ടിക്കരയും. അപ്പോ ഞാൻ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും. എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കും. ഇല്ല ഇല്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. ഞാനൊരു ദുഷ്ടനാണ്, മഹാപാവിയാണ്. അത് ചേട്ടനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വേറെ ഒരുത്തരെ സ്നേഹിച്ചത്. അതിനായ ചേട്ടനോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാമായിരുന്നേ, ആലോചിക്കാമായിരുന്നേ. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഈ ലോകത്ത്
നീ ഒരുത്തനെങ്കിലും ഉണ്ടായല്ലോ. നീ വാ, എന്റെ വീട്ടിലേക്ക് വാ. അളിയ, ഇതാണ് എന്റെ സ്വന്തം വീട്. ഇതാണോ? അളിയൻ പേടിക്കണമെന്നും വേണ്ട. അളിയൻ വാ. അളിയ, വീട് തള്ളിയാ. എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട. എനിക്ക് യാതൊരു കുഴപ്പമില്ല അളിയ. അളിയ, ഇതാണ് എന്റെ ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം. അത് ഡ്രോയിങ് റൂം. ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. മലയമ്മ ധൈര്യമായിട്ട് വാളിയാ. വാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറ് സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്. നീ എന്റെ ആത്മസുഹൃത്താണ്. നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്. എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ. പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. പോടാ. ഞാൻ തറയിൽ കിടക്കാം. എന്നാ ഞാൻ എന്നാ കട്ടിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാ. അളിയാ, ഒന്നുമില്ല.